Good morning, students. Welcome to online class of AET. Today we are dealing with module 4. Up to module 3 has been completed. നമ്മുടെ പോർഷനകത്ത് മൊഡ്യൂൾ 3 വരെയുള്ള പോർഷൻസ് കംപ്ലീറ്റ് ആയി. മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. ഞാൻ നാലാമത്തെ മൊഡ്യൂളിലോട്ട് കിടക്കുകയാണ്. നാലാമത്തെ മൊഡ്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ലൈനിനെ കുറിച്ചാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കൺവേ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രാൻസ്മിഷൻ ലൈൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടി വി അല്ലേ, ടി വിയിൽ പഴയ ദൂരദർശൻ ചാനലൊക്കെ വരുമ്പോൾ എങ്ങനെയായിരുന്നു, നമുക്ക് ആൻറ്റിന ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ആ ആൻറ്റിനയിൽ നിന്ന് ഒരു ഇൻഫർമേഷനെ അല്ലെങ്കിൽ ചാനലിനെ നമ്മൾ ടി വിയിലോട്ട് കണക്ട് ചെയ്യുന്ന എങ്ങനെയായിരുന്നു, ഒരു വയറ് വെച്ച് അല്ലേ. ആ വയറിന് പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ വയർ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയും. അത് പല രീതിയിൽ കാണാറുണ്ട്. ആദ്യത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പെയർ ഓഫ് പാരലൽ വയർ, രണ്ട് പാരലൽ വയർ എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. അപ്പം രണ്ട് പാരലൽ വയർ നമ്മുടെ സോഴ്സിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷനെ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ ആൻറ്റിനയും നിങ്ങളുടെ ടി വിയും, ആൻറ്റിനയിൽ നിന്ന് ആൻറ്റിന റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷനെ നമുക്ക് ടി വിയിൽ എത്തിക്കണം. അപ്പം പഴയ ദൂരദർശൻ്റെ ആൻറ്റിനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഒരു വയറായിരിക്കും ടി വിയിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് വയറുകൾ കാണും. അപ്പം ആ രണ്ട് വയർക്ക് പറയുന്ന പേരിലാണ് പാരലൽ വയേഴ്സ് അല്ലെങ്കിൽ പെയർ ഓഫ് പാരലൽ വയർ എന്ന് പറയും, അല്ലെങ്കിൽ ടു വയർ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് വയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു ഇൻഫർമേഷനെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിൽ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ടു വയർ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു വയർ ഒരു ഇൻഫർമേഷനെ ഒരു ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ വയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻഫർമേഷനെ ട്രാവൽ ചെയ്യിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇൻഫർമേഷൻ ട്രാവൽ ചെയ്യേണ്ടത് ഒരു സോഴ്സിൽ നിന്ന് ലോഡ് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്, ലോഡിലോട്ടായിരിക്കും. അപ്പോൾ സോഴ്സിൽ നിന്ന് ലോഡിലോട്ട് നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷനെ ട്രാവൽ ചെയ്യിപ്പിക്കാൻ ഒരു വയർ ഉപയോഗിക്കുകയാണെങ്കിൽ തിരിച്ച് ലോഡിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ ഇൻഫർമേഷൻ തിരിച്ച് സോഴ്സിലോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ രണ്ടാമത്തെ വയർ ഉപയോഗിക്കും. അതാണ് ടു വയർ ട്രാൻസ്മിഷൻ ലൈൻ. അപ്പം ഇത് പ്രധാനമായിട്ടും അപ് ടു 300 മെഗാഹെർട്സ് വരെ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എബോവ് 300 ആണെങ്കിൽ നമ്മൾ കോയാക്സിയൽ കേബിൾ യൂസ് ചെയ്യും. കോയാക്സിയൽ കേബിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കേബിൾ കാണും, ഒരെണ്ണം അകത്തും അതിൻ്റെ പുറത്ത് വെളിയിൽ വേറൊരെണ്ണം കാണും. അങ്ങനെ രണ്ട് കേബിൾസ് ഒന്ന് ഇൻ്റർസെക്റ്റഡ് മീൻസ് കോയാക്സിയലായിട്ട് ഒന്നിന് പുറത്ത് വേറൊന്നായിട്ട് വെക്കുമ്പം അതിന് പറയുന്ന പേരാണ് കോയാക്സിയൽ കേബിൾസ് എന്ന് പറയും. ഈ ട്രാൻസ്മിഷൻ വയറിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് 4th മൊഡ്യൂളിൽ പറയുന്നത്. താരതമ്യേന എളുപ്പമുള്ള മൊഡ്യൂളാണ്. ഇനി നിങ്ങൾക്ക് 3000 മെഗാഹെർട്സിന് മുകളിൽ ഉള്ള ഫ്രീക്വൻസിയുള്ള സിഗ്നലിനെയാണ് നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമ്മൾ വേവ് ഗൈഡ്സ് യൂസ് ചെയ്യും. ആ വേവ് ഗൈഡിനെ കുറിച്ച് നമ്മൾ 6ാമത്തെ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. അതായത് മൊഡ്യൂൾ 4 കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് മൊഡ്യൂൾ 6ലോട്ടാണ്. 6 കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ മൊഡ്യൂൾ 5ലോട്ട് വരത്തുള്ളൂ. കാരണം മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് സ്മിത്ത് ചാർട്ടാണ്. ചിലപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് മാറിയിട്ട് റെഗുലർ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. മീൻസ് അത് നേരിട്ട് പറഞ്ഞു തരേണ്ട കാര്യമാണ്. അതല്ല എങ്കിൽ ഞാൻ ഏതെങ്കിലും വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അയച്ചു തരാം. ഒപ്പം നമുക്ക് ക്ലാസ്സിലും ഇരിക്കാം. ഓക്കെ, അപ്പം ട്രാൻസ്മിഷൻ ലൈനെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വയറുകൾ കാണും. ഒന്ന് ഫോർവേഡ് ഡയറക്ഷനിൽ സോഴ്സിൽ നിന്ന് ലോഡി വരെ സിഗ്നലിന് എത്താനും, രണ്ടാമത്തത് ലോഡിൽ നിന്ന് ഏതെങ്കിലും അൺവാണ്ടഡ് സിഗ്നൽസിന് തിരിച്ച് സോഴ്സിലോട്ട് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു റിട്ടേൺ പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണ് രണ്ടാമത്തെ വയറുകൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു ഈ ഫിഗറിനകത്ത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഒരു ZG, VG, ZIN ഒക്കെ ഉണ്ട്. ZIN നിങ്ങളുടെ ഇൻപുട്ട് ഇമ്പിഡൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇങ്ങനൊരു ട്രാൻസ്മിഷൻ ലൈനിനകത്ത് നമ്മൾ നോക്കുമ്പം ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു ട്രാൻസ്മിഷൻ ലൈൻ, ഇഷ്ടം പോലെ നീളമുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈൻ, അതിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ എടുക്കുന്നു. ആ ചെറിയൊരു പോർഷനെ ഞാൻ ഡെൽറ്റ Z എന്ന് പറയുന്നു. അപ്പോൾ ഈ ഡെൽറ്റ Z എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയൊരു പോർഷനിൽ ഈ ട്രാൻസ്മിഷൻ ലൈൻ ഒരുപാട് പ്രോപ്പർട്ടീസ് കാണിക്കും. റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, കണ്ടക്റ്റൻസ്, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈനെ നമ്മളൊരു സർക്യൂട്ടിൻ്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്യും. അങ്ങനെ സർക്യൂട്ടിൻ്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്യുമ്പം അതിന് പറയുന്ന പേരാണ് സർക്യൂട്ട് മോഡൽ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയും. സർക്യൂട്ട് മോഡൽ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ റെസിസ്റ്റൻസ് ആയാലും അല്ലെങ്കിൽ റെസിസ്റ്റർ ആയാലും കപ്പാസിറ്റർ ആയാലും ഇൻഡക്റ്റൻസ് ആയാലും കണ്ടക്റ്റൻസ് ആയാലും എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ലെങ്ത് ആയിരിക്കും. ഇപ്പം നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന ലെങ്ത് ഡെൽറ്റ Z ആണെങ്കിൽ ആ ഡെൽറ്റ Z എന്ന് പറയുന്ന ലെങ്ത്തിൽ ത്രൂ ഔട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും.
അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള പാരാമീറ്റർ ആയതുകൊണ്ട് അതിനെ ലംഡ് പാരാമീറ്റർ എന്ന് പറയും. LUMPED, ലംഡ് പാരാമീറ്റർ എന്ന് പറയും. അപ്പോൾ ഈ ലംഡ് പാരാമീറ്റേഴ്സ് പ്രധാനമായിട്ടും 4 എണ്ണമാണുള്ളത്. ഒന്ന് സീരീസ് റെസിസ്റ്റൻസ് Δ1, രണ്ടാമത്തെ സീരീസ് ഇൻഡക്റ്റൻസ് L1, മൂന്നാമത്തത് ഷണ്ട് കപ്പാസിറ്റൻസ് C, നാലാമത്തെന്ന് പറയുന്നത് ഷണ്ട് ലീക്കേജ് കണ്ടക്റ്റൻസ് G. ഈ 4 എണ്ണമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഈ ഫിഗറിനകത്ത് നോക്കിയാൽ അറിയാം, ഈ R1ഉം Cയും R2ഉം Gയും എല്ലാം തന്നെ നമുക്ക് എന്താണ് പെർ യൂണിറ്റ് ലെങ്ത്തിലുള്ള പാരാമീറ്റർ. അപ്പോൾ ഇസഡ് എന്ന് ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ലെങ്ത്തിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R1 ഡെൽറ്റ ഇസഡ്, ടോട്ടൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ L1 ഡെൽറ്റ ഇസഡ്, പിന്നെ കണ്ടക്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G ഡെൽറ്റ ഇസഡ്, അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C ഡെൽറ്റ ഇസഡ്. അപ്പോൾ ഈ സിയും ആറും എല്ലും ജിയും എല്ലാം ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള ലംഡ് പാരാമീറ്ററാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സീരീസ് റെസിസ്റ്റൻസ് ആണ്. സീരീസ് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 വയർ ട്രാൻസ്മിഷൻ വയർ, ഇപ്പം മുകളിലും ഒരു വരയുണ്ട്, താഴെയും ഒരു വരയുണ്ട്. ഈ 2 പാരലൽ വയറുകൾ കാണിക്കുന്നത് 2 വയറുകളെയാണ്. ഈ 2 വയർ ട്രാൻസ്മിഷൻ ലൈനിനകത്ത് ഈ 2 വയർ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ സോഴ്സിനെയും ലോഡിനെയും കണക്ട് ചെയ്യുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ 2 വയറിൻ്റെയും കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റേഡിയേഷൻ ലോസും ഉണ്ടായിരിക്കും. ഈ റേഡിയേഷൻ ലോസിൻ്റെയും ഈ കണ്ടക്ടിവിറ്റിയും ക്യാൻ ബി മോഡൽഡ്. നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു സീരീസ് റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ആ സീരീസ് റെസിസ്റ്റൻസ് ആണ് R1ഉം R2ഉം. അത് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്ന 2 പാരലൽ ലൈൻ, 2 കറുത്ത വര വരച്ചിട്ടുണ്ട്. ഈ 2 കറുത്ത വരയ്ക്ക് സീരീസ് ആയതുകൊണ്ട് അതിനെ നമ്മൾ സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് കാണുന്നതാണ് സീരീസ് ഇൻഡക്റ്റൻസ്. അപ്പോൾ നമ്മുടെ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ആണ് അല്ലേ, ഈ 2 വയർ എന്ന് പറയുന്നതും കറണ്ടിനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയതുകൊണ്ട് അതിനൊരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? കറണ്ടിൻ്റെ ഗ്രോത്തിനെയും ഡീക്കേയും ഒപ്പോസ് ചെയ്യും. അതായത് കറണ്ട് കൂടുവാണെങ്കിൽ അതിനെ പിടിച്ച് കുറയ്ക്കും, കറണ്ട് കുറയുവാണെങ്കിൽ അതിനെ പിടിച്ച് കൂട്ടും. അതാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വി ക്യാൻ ട്രീറ്റ് ദാറ്റ് പർട്ടിക്കുലർ പാരാമീറ്റർ ആസ് എൻ ഇൻഡക്റ്റൻസ് L വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ലൈൻ. അപ്പോൾ L1 എന്ന് പറയുന്ന ഒരു ഇൻഡക്റ്റൻസ് വെച്ച് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. ഇനി 2 കണ്ടക്ടിങ് വയേഴ്സ് നമുക്കുണ്ട്, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണ്. അത് സിറ്റുവേറ്റഡ് ഇൻ എ ഡൈലക്ട്രിക് മീഡിയം. ഒരു ഡൈലക്ട്രിക് മീഡിയത്തിലാണ് ഈ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 2 കണ്ടക്ടിങ് വയറാണ്, രണ്ടും സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്താണ്, ഇതൊരു കപ്പാസിറ്റൻസിന് എഫക്റ്റ് തരും. ഈ കപ്പാസിറ്റൻസ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 ട്രാൻസ്മിഷൻ ലൈനിന് പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതാണ് സി എന്ന് പറയുന്നത്. അത് ഒരു യൂണിറ്റിൻ്റെ കപ്പാസിറ്റൻസ് സി ആയതുകൊണ്ട് ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്ന ലെങ്ത് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൊണ്ട് ടോട്ടൽ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ഇസഡ്. അതുപോലെ തന്നെ അടുത്തതാണ് ഷണ്ട് ലീക്കേജ് കണ്ടക്റ്റൻസ്. ഇവിടെയും പറയുന്നത് 2 വയേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡൈലക്ട്രിക് മീഡിയം. ഒരു ഡൈലക്ട്രിക് മീഡിയം വെച്ച് 2 വയറിനെ സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. 2 പേരുടെയും ഇൻസുലേഷൻ പ്രോപ്പർ ആയിരിക്കില്ല. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് കറണ്ട് ലീക്സ് ത്രൂ ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ കൂടി കറണ്ട് ലീക്ക് ചെയ്യും. അങ്ങനെ ലീക്കേജ് ഓഫ് കറണ്ട് ത്രൂ ഡൈലക്ട്രിക് ബിറ്റ്വീൻ 2 വയേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ ഷണ്ട് കപ്പാസിറ്റൻസ്. ഇങ്ങനെ ഇൻസുലേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് 2 വയർ ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ ലൈനിൻ്റെ വെളിയിലായിട്ട് കറണ്ട് ലീക്ക് ചെയ്ത് വരുമ്പം അതിനെ വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ കണ്ടക്റ്റൻസ് ആൻഡ് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ G. ഇതാണ് സർക്യൂട്ട് മോഡൽ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സർക്യൂട്ട് മോഡൽ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ ഫിഗർ വരയ്ക്കാൻ എളുപ്പമാണ്. സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസും ഒരു ഇൻഡക്റ്റൻസും, പാരലായിട്ട് ഒരു റെസിസ്റ്റൻസും ഒരു കപ്പാസിറ്റൻസും വരച്ചാൽ മാത്രം മതി. എന്നിട്ട് ഈ 4 പോയിൻറ്റ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. അതായത് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജും കറണ്ടും നമ്മൾ ഡിറൈവ് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജും കറണ്ടുമാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു വോൾട്ടേജ് സോഴ്സ് അസ്യൂം ചെയ്യുന്നു. ആ വോൾട്ടേജ് സോഴ്സ് കൂടാതെ ഒരു ഇംപെഡൻസ് ഉണ്ട്. ഇംപെഡൻസിൽ നിന്ന് ഒരു കറണ്ട് I(Z) ട്രാവൽ ചെയ്യുന്നു. I(Z) ട്രാവൽ ചെയ്യുമ്പം നമ്മുടെ റെസിസ്റ്റൻസ് R1 ഡെൽറ്റ ഇസഡ് ഉണ്ട്, L1 ഡെൽറ്റ ഇസഡ് ഉണ്ട്, C ഡെൽറ്റ ഇസഡ് ഉണ്ട്, അതുപോലെ G ഡെൽറ്റ ഇസഡ് ഉണ്ട്. അത് ഞാൻ ഫിഗറിൽ വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ട്. നേരത്തെ ഇക്വലന്റ് സർക്യൂട്ടിനകത്തുള്ള G ഡെൽറ്റ ഇസഡും ഇവിടെയുണ്ട്. ഇനി ഞാൻ അസ്യൂം ചെയ്യുന്നത് 1 2 3 4 എന്ന് പറയുന്ന ഒരു മെഷീനെ ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അവിടോട്ട് ഞാൻ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക. കിർച്ചോഫ് വോൾട്ടേജ് ലോ സ്വാഭാവികമായിട്ടും വോൾട്ടേജ് ഈസ് ഈക്വൽ ടു I × R ആണ്. ഈ ലൂപ്പ്
2, 3, 4 ഉണ്ട്. അതിനകത്ത് ഞാൻ ആദ്യം അസ്യൂം ചെയ്യുന്നത് വോൾട്ടേജ് ബിറ്റ്വീൻ 1 ആൻഡ് 2, 1ഉം 2വിനും ഇടയിലുള്ള വോൾട്ടേജ് ആണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. 1നും 2വിനും ഇടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അവിടെ R1 ഡെൽറ്റ ഇസഡും ഉണ്ട്, L1 ഡെൽറ്റ ഇസഡും ഉണ്ട്. അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് I ഓഫ് ഇസഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസിൻ്റെ കൂടെ ഒഴുകുന്ന കറണ്ട് I ഓഫ് ഇസഡും ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R1 ഡെൽറ്റ ഇസഡും ആകുമ്പം എനിക്ക് അവിടെ കിട്ടുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? R1 ഡെൽറ്റ ഇസഡ് ഇൻറ്റു I ഓഫ് ഇസഡ് ആയിരിക്കും. ഇനി ഇൻഡക്ടറിൻ്റെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ ടി ഓഫ് I ഓഫ് ഇസഡ് ആയിരിക്കും. I ഓഫ് ഇസഡിനെ വെച്ചെല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഡെറിവേറ്റീവ് ഡോ ബൈ ഡോ ടി ഓഫ് I ഓഫ് ഇസഡ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്കൂടി അവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ L1 ഇൻറ്റു ഡെൽറ്റ ഇസഡ് ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് I ഓഫ് ഇസഡ് വരും. ഇനി വോൾട്ടേജ് ബിറ്റ്വീൻ 3 ആൻഡ് 4 എടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ വരും. R2 ഇൻറ്റു ഡെൽറ്റ ഇസഡ് ഇൻറ്റു I ഓഫ് ഇസഡ് പ്ലസ് L2 ഇൻറ്റു ഡെൽറ്റ ഇസഡ് ഡോ ബൈ ഡോ ടി ഓഫ് I ഓഫ് ഇസഡ്. ഓക്കെ, ഇനി വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ 2 ആൻഡ് 3യുടെ ഇടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഓൾറെഡി അവർ തന്നിട്ടുണ്ട് വി ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്ന്. അത് അതുപോലെ നമുക്ക് എടുക്കാം, വി ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ്. അപ്പം ടോട്ടൽ അറൗണ്ട് ദ ലൂപ്പ് വി ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു R1 ഡെൽറ്റ ഇസഡ് I ഓഫ് ഇസഡ് പ്ലസ് ഈ ഡോ ബൈ ഡോ ടി ഓഫ് I ഓഫ് ഇസഡിന് പകരം ജെ ഒമേഗ ഐ എന്ന് കൊടുത്തു, ജെ ഒമേഗ ഐ കൊടുത്തു. അപ്പം ജെ ഒമേഗ L1 I ഓഫ് ഇസഡ് ഡെൽറ്റ ഇസഡ് പ്ലസ് R2 ഇൻറ്റു ഡെൽറ്റ ഇസഡ് I ഓഫ് ഇസഡ് പ്ലസ് ജെ ഒമേഗ. ജെ ഒമേഗ എവിടെ നിന്നാണ് വന്നതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഡോ ബൈ ഡോ ടിക്ക് പകരമാണ് ജെ ഒമേഗ കൊടുത്തത്. പ്ലസ് ജെ ഒമേഗ L2 I ഓഫ് ഇസഡ് ഡെൽറ്റ ഇസഡ് പ്ലസ് വി ഇസഡ് ഡെൽറ്റ ഇസഡ്. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് വി ഇസഡ് ഉണ്ട്. ആ വി ഇസഡിനെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ കിട്ടുന്നത്, എന്നിട്ട് ഡെൽറ്റ വി ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കുമ്പോൾ മൈനസ് ഡെൽറ്റ വി ഈസ് R1 പ്ലസ് R2 പ്ലസ് ജെ ഒമേഗ L1 പ്ലസ് L2 കോമൺ ടേം ആയിട്ടുള്ള ഡെൽറ്റ ഇസഡിനെയും I ഓഫ് ഇസഡിനെയും ഞാൻ വെളിയിലെടുത്തു. അപ്പം ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു മൈനസ് R1 പ്ലസ് R2 പ്ലസ് ജെ ഒമേഗ അപ്പോൺ ബ്രാക്കറ്റ് L1 പ്ലസ് L2 ഡെൽ ഇസഡ് I ഓഫ് ഇസഡ്. ഇനി R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു ആറും L1 പ്ലസ് L2 ഈസ് ഈക്വൽ ടു എല്ലും കൊടുത്തു കഴിയുമ്പം നമുക്ക് ഡെൽറ്റ ഇസഡിനെ ഡെൽറ്റ വിയുടെ ഡിനോമിനേറ്ററായിട്ട് കൊടുക്കുമ്പം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് R പ്ലസ് ജെ ഒമേഗ എൽ I ഓഫ് ഇസഡ്. ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് R പ്ലസ് ജെ ഒമേഗ എൽ I ഓഫ് ഇസഡ് എന്ന് നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്. ഇനി അത് കഴിഞ്ഞ് അടുത്ത എക്സ്പ്രഷൻ ഞാൻ പറയാൻ പോകുന്നത് കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുകയാണ്. കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? I ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇതിനകത്ത് ഏത് ലൂപ്പിലാണ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CD23 എന്ന് പറയുന്ന ഒരു ലൂപ്പുണ്ട്. CD23 ആ ലൂപ്പിലോട്ടാണ് കറണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള കറണ്ട് എന്ന് വെച്ചാൽ I ഓഫ് ഇസഡും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ I ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഐ ആണ്. അപ്പം I ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ലൂപ്പ് എടുക്കുമ്പം I ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഐ പ്ലസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ എന്താണ് ഷണ്ട് കണ്ടക്റ്റൻസ് G ഡെൽറ്റ ഇസഡ് ഇൻറ്റു വി ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ വി പ്ലസ് ജെ ഒമേഗ സി ഇൻറ്റു ജെ ഒമേഗ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഓഫ് ഐ. അതിന് പകരമാണ് ജെ ഒമേഗ സി ഇൻറ്റു വി ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ വി. ഇതാണ് കറണ്ട് ഇക്വേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരരുത്, കാരണം ജിയും സിയും എന്ന് പറയുന്നത് രണ്ട് എലമെൻറ്റ്സ് ആണ്. ആ എലമെൻറ്റ്സിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുമ്പം ആ എലമെൻറ്റ്സ് ഇൻറ്റു അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ഇവിടെ എന്ന് പറയുമ്പം സി കപ്പാസിറ്റൻസ് വരുമ്പം ഡോ ബൈ ഡോ ടി ഓഫ് വോൾട്ടേജ് ആണ്. ഡോ ബൈ ഡോ ടി ഓഫ് വോൾട്ടേജിന് പകരം ജെ ഒമേഗ കൊടുക്കുകയാണ്. ജി വരുമ്പം ഡയറക്റ്റായിട്ട് വോൾട്ടേജിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ജി ഡെൽറ്റ ഇസഡ് ഇൻറ്റു വോൾട്ടേജ് വി ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ വി എന്ന് കൊടുത്തു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള കറണ്ട് I ഓഫ് ഇസഡും I ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഐയും ആണ്. അതുകൊണ്ട് തന്നെ വേരിയേഷൻ ഇൻ ദ കറണ്ട് ഈസ് ഈക്വൽ ടു I ഓഫ് ഇസഡ് മൈനസ് I ഓഫ് ഇസഡ് മൈനസ് ഡെൽറ്റ ഐ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഐ. ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ടുള്ള ഡെൽറ്റ ഇസഡിനെ ഡിനോമിനേറ്ററായിട്ട് എടുക്കുമ്പം ഡെൽറ്റ ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ജി പ്ലസ് ജെ ഒമേഗ സി ഇൻറ്റു വി ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ വി എന്ന് വരും. ഇനി ഇതിനകത്തുനിന്ന് ഡെൽ ഐ ബൈ ഡെൽ ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ജി ഒമേഗ
ജി പ്ലസ് ജെ ഒമേഗ സി ഇൻറ്റു വി ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ വി. ഇനി ഡി വി ബൈ മീൻസ് എന്താ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ഇസഡിന് പകരം ഡി വി ബൈ ഡി ഇസഡ് കൊടുക്കുന്നു. ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ ഇസഡിന് പകരം ഡി ഐ ബൈ ഡി ഇസഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ രണ്ട് ഇക്വേഷൻസും, അതായത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ഇസഡ് എന്നുള്ളത് ഡി വി ബൈ ഡി ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ഐ ഓഫ് ഇസഡ്. ഡി ഐ ബൈ ഡി ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ജി പ്ലസ് ജെ ഒമേഗ സി വി ഓഫ് ഇസഡ് എന്ന് വരുന്നു. ഈ ഇക്വേഷനെ രണ്ടിനെയും ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ആദ്യം ഡി വി ബൈ ഡി ഇസഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഡി സ്ക്വയർ വി ബൈ ഡി ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ഇസഡ് എന്നാണ്. ഈ ഡി ഐ ബൈ ഡി ഇസഡിന് പകരം ഞാൻ മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള മൈനസ് ജി പ്ലസ് ജെ ഒമേഗ സി ഇൻറ്റു വി ഓഫ് ഇസഡ് കൊടുത്തു. വി ഓഫ് ഇസഡ് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്നത് എന്താണ്, ഡി സ്ക്വയർ വി ബൈ ഡി ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു മൈനസ് ഓഫ് ജി പ്ലസ് ജെ ഒമേഗ സി ഇൻറ്റു വി ഓഫ് ഇസഡ് എന്ന് വരും. ഓക്കെ, മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് കൊടുക്കുമ്പം ഡി സ്ക്വയർ വി ബൈ ഡി ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ജി പ്ലസ് ജെ ഒമേഗ സി ഇൻറ്റു വി ഓഫ് ഇസഡ് എന്ന് വരും. ഇനി ആർ പ്ലസ് ജെ ഒമേഗ എല്ലിനും ജി പ്ലസ് ജെ ഒമേഗ സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഗാമ സ്ക്വയർ ആണ്. ദെർഫോർ ഡോ സ്ക്വയർ വി ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഗാമ സ്ക്വയർ വി എന്ന് വരും. അതുപോലെ തന്നെ പാരലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഡി സ്ക്വയർ ഐ ഡിവൈഡഡ് ബൈ ഡി ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഗാമ സ്ക്വയർ ഐ എന്നും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇക്വേഷൻ.